1 മണിക്കൂർ. പുറപ്പാട് പുസ്തകം 9 അധ്യായം 8-9 വാക്യങ്ങൾ. കർത്താവ് മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു, ചൂളയിൽ നിന്ന് കൈ നിറയെ ചാരം വാരി ഫറവോ കാണുക, മോശ അത് ആകാശത്തിലേക്ക് വിതറട്ടെ. അത് ഈജിപ്ത് രാജ്യം മുഴുവൻ ധൂളിയായി വ്യാപിക്കും. അത് രാജ്യമാസകലമുള്ള മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ദേഹത്ത് പൊട്ടി ഒലിക്കുന്ന വ്രണങ്ങൾ ഉണ്ടാക്കും. പ്രിയമുള്ള, അടുത്ത ഒരു മഹാമാരി ഈജിപ്തിലേക്ക് അയക്കുന്നതിനെ കുറിച്ചാണ് ഈശോ പറയുക. ഇവിടെ ഈ ചിന്ത നമ്മളിലേക്ക് കടന്നു വരുമ്പം അവരുടെ ശരീരങ്ങളിൽ വ്രണങ്ങൾ ഉണ്ടാകുകയും അത് അവരെയും മറ്റുള്ളവരെയും അസ്വസ്ഥപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വളരെ ശോചനീയമായ രോഗത്തിൻ്റെ അവസ്ഥയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ലോകത്ത് അനേകരെ മുറിപ്പെടുത്തുന്ന ആന്തരിക മുറിവുള്ള മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം എന്നും ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും അതിലേറെ ഇന്ന് ആന്തരിക മുറിവുള്ളവരുടെ എണ്ണം വളരെയേറെ വർദ്ധിക്കുന്നു. സമൂഹത്തിൽ അസ്വസ്ഥത വളർത്തുന്നത് മുഴുവൻ ഇങ്ങനെയുള്ള ആളുകളാണ്. അവർക്ക് കിട്ടിയിരിക്കുന്ന ആന്തരിക മുറിവ് പൊട്ടി ഒഴുകി അത് അനേകരിലേക്ക് പകർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു വ്രണത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ആ മലിനജലം അത് നമ്മുടെ ശരീരത്ത് തൊട്ടാൽ അവിടെ തൊടുന്നിടത്തൊക്കെ അതേ രോഗങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞതുപോലെ ആന്തരിക മുറിവുള്ള മനുഷ്യൻ ഇടപെടുന്ന എല്ലാ മേഖലകളിലും മറ്റുള്ളവർക്ക് ഈ മുറിവുകൾ കൊടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ലോകത്തിൽ ഒത്തിരിയേറെ അസ്വസ്ഥതകൾ, ലോകത്തിലും കുടുംബത്തിലും സഭയിലും സമൂഹത്തിലും ഒക്കെ അസ്വസ്ഥതകൾ പടർത്തുന്നത് ഈ ആന്തരിക മുറിവിൻ്റെ ബഹുസ്ഫുരണങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തിരുവചനം നമ്മളോട് പറയുന്നത്, വചനം കൊണ്ടല്ലാതെ ഇത് മോചിപ്പിക്കാൻ പറ്റില്ല, വചനത്താൽ കഴുകപ്പെടണം. അങ്ങനെ നമ്മുടെ മനസ്സ് ആന്തരിക മുറിവ് വചനത്താൽ കഴുകി വെണ്മയുള്ളതാക്കി മാറ്റി ശോഭയുള്ള തലത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിലേ നമ്മുടെ ജീവിതവും സന്തോഷപൂർണ്ണമാക്കാൻ നമുക്കും സന്തോഷത്തോടെ ജീവിതം ആസ്വദിക്കാൻ പറ്റുള്ളൂ, മറ്റുള്ളവർക്കും അതേ അവസ്ഥയിലേക്ക് പകർന്നു കൊടുക്കാനും പറ്റുള്ളൂ. എഫെസൂസുകാർക്ക് ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് പൗലോസ്ലീഹ, അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. അത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാതെ മഹത്വപൂർണമായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കേണ്ടതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയും ആയിരിക്കുന്നതിനും വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ നമുക്കറിയാം, വിശ്വാസികളുടെ സമൂഹമാണ് സഭ. ഈ വിശ്വാസികളുടെ സമൂഹമായ സഭയ്ക്ക് ഈ ലോകത്തെ വിശുദ്ധീകരിക്കാനുള്ള കടമയുണ്ട്. അതിനെന്താ ചെയ്യണ്ടേ? വചനത്താൽ ഈ ലോകത്തെ വെണ്മയുള്ളതാക്കണം. ഇതുപോലുള്ള നശിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തെ വീണ്ടെടുക്കുവാൻ വചനം കൊണ്ട് കഴുകി വെണ്മയുള്ളതാക്കി മഹത്വപൂർണമാക്കി തീർക്കുവാനും അങ്ങനെ ലോകം ക്രിസ്തുവിൽ, അതായത് നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് മരിച്ച ക്രിസ്തുവിന് ഇങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ട മനുഷ്യരെ കാഴ്ചവെക്കുവാനുള്ള വലിയ ദൗത്യമാണ് സഭയെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ദൗത്യത്തിൽ പങ്കാളികളാകാൻ ദൈവം നമുക്കും വേണ്ട കൃപ തരട്ടെ. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മൾ ഇവിടെ നടത്തും വിശുദ്ധി പകരുവാൻ, സന്തോഷം കൊടുക്കുവാൻ ഇടയാകും വിധം നമ്മളുടെ എല്ലാ അസ്വസ്ഥതകളും മാറിപ്പോകാൻ കർത്താവ് കൃപ തരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.